മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ചാനലിനകത്ത് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് അധികവും ചെയ്യാറ്. അതിൽ തന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ ചെയ്ത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജീവാലക്ഷ്മി എന്നാണ് കേട്ടോ ഇവരുടെ യഥാർത്ഥ പേര്. ഈ ഒരു ക്രിയേറ്ററിനെ അവർ ചെയ്ത ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോസ് എനിക്ക് കുറച്ച് പേര് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇവർ സൺസ്ക്രീൻ പ്രൊമോട്ട് ചെയ്ത സമയത്ത് ഇവർ മൾട്ടിപ്പിൾ ബ്രാൻഡ്സിൻ്റെ സൺസ്ക്രീൻ അത് ഭയങ്കര എന്താ പറയുക അഗ്രസീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് ബ്രോ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് കുറേ പേര് ഇവരുടെ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനതൊന്നും എടുത്തില്ല, ടേക്കപ്പ് ചെയ്തില്ല. അങ്ങനെ ഇപ്പോൾ ഇന്നലെ എനിക്ക് മൈ വേ മൈ കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിൽ വന്ന ഒരു ഷോർട്ട് വീഡിയോ കുറച്ച് പേര് ഇന്നലെ മിഞ്ഞാന്നുമായിട്ടൊക്കെ അയച്ചു തരുന്നുണ്ട്. ഞാൻ ഇന്നലെയാണ് നോട്ടീസ് ചെയ്തത്. ഒരു ഷോർട്ട് വീഡിയോ എനിക്ക് അയച്ചു തരുന്നു. ഇതിനകത്ത് ഈ ലേഡി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരുപാട് ചാനലുകളിൽ ഈ ഒരു പെർട്ടിക്കുലർ ഷോർട്ട് വീഡിയോ റിലേറ്റഡ് ആയിട്ട്, അതായത് ഇവരൊരു പെർട്ടിക്കുലർ ക്ലിനിക്കിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകുന്നു. ആ ട്രീറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ സീൻ പറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ക്ലിനിക്കിലേക്ക് വിളിച്ചിട്ട് ദേവ് എന്ന് പറഞ്ഞ വ്യക്തി സംസാരിക്കുന്നതിൻ്റെ വോയിസ് പുറത്തു വരുന്നു. അങ്ങനെ ഈ ഒരു കോണ്ടന്റ് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൽ എത്ര പേർക്ക് ഈ ഒരു ചാനലുമായിട്ട് ഫെമിലിയർ ആണെന്ന് എനിക്കറിയില്ല. മൈ വേ മൈ കല്യാണി എന്ന് പറഞ്ഞുള്ള ഈ ഒരു ചാനലായിട്ട് എത്ര പേര് ഫെമിലിയർ ആണെന്ന് അറിയില്ല. ഫെമിലിയർ ആയിട്ടുള്ളവരുണ്ടാവാം. അതുകൊണ്ടാണല്ലോ അവർ എനിക്ക് മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞുള്ള ഈ ഒരു ചാനലിൻ്റെ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്, ഇപ്പോഴും അയച്ചു തരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആദ്യം മുതലുള്ള സാധനങ്ങൾ മുതൽ അങ്ങോട്ട് ഇപ്പോൾ ഇതെന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് വരെ നമുക്ക് നോക്കാം. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ബ്യൂട്ടി ക്രീമും ബ്യൂട്ടി പ്രൊഡക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സീൻ തന്നെയാണ് ഇത്. കുറേ കോണ്ടന്റിൽ പറഞ്ഞ് മടുത്തൊരു പരിപാടിയാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു വിഷയം കുറച്ചും കൂടി എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ കുറേ പേർക്കൊക്കെ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫ് സ്നേഹനോടാണെങ്കിലും പറയാറുണ്ട്, ചുമ്മാ ചാടി കയറി കാണുന്നതൊക്കെ എടുത്ത് ഉപയോഗിക്കരുത്. ഓക്കെ, നമ്മുടെ സ്കിന്നിന് ആപ്റ്റായിട്ടുള്ള, നമ്മുടെ സ്കിന്നിന് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് പോകുക എന്നുള്ളതാണ് ദ ബെറ്റർ തിങ് ടു ഡു. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വിഷയം കുറച്ച് എന്താ പറയുക സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമായതുകൊണ്ടാണ് മൈ വേ ബൈ കല്യാണിയുടെ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് ഞാൻ എടുത്ത് വെച്ച് ചെയ്യുന്നത്. ആദ്യം ഒരിട്ട് ആ ഷോർട്ട് വീഡിയോ നോക്കാം. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷേ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പപ്പണിക്ക് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയൊക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും, എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷേ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ, സീ യു. ഓക്കെ, അപ്പോൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് ഈ പറഞ്ഞ ലേഡിയുടെ, അല്ലേ? ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഇവരുടെ വ്യൂവേഴ്സ് ആണെങ്കിലും ഇവരുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്കൊരു ക്ലിനിക്കിൽ ചെന്ന് എൻ്റെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് പോയി എനിക്ക് പണി കിട്ടിയെന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിന് അത് വലിയ രീതിയിലുള്ള അടിയാവും. ഓക്കെ,
അപ്പം അങ്ങനത്തെ ഒരു സീൻ ഇവർ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഷോർട്ട്സ് ഇട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അത് കൃത്യമായി എവിഡൻസുകൾ വെച്ചിട്ട് ഒരു ലോങ് വീഡിയോ ആദ്യമേ ഇട്ട് തീർക്കുന്നതാണ്. ഡോക്ടേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി ഇവരിവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ നിന്ന് അവർക്കെടുത്ത ട്രീറ്റ്മെൻറ്റുകളുടെ കംപ്ലീറ്റ് ബില്ല് പ്ലസ് ഡീറ്റെയിലിംഗ് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഒരു സ്ഥാപനത്തിനെതിരെ പറയുമ്പോൾ അത് ആ സ്ഥാപനത്തിന് വലിയ അവരുടെ ക്രെഡിബിലിറ്റി പൊളിഞ്ഞു പോകുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, ഇതിലെവിടെയും സ്ഥാപനത്തിൻ്റെ പേര് ഈ ഷോർട്സിൽ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ചെന്നിട്ട് ഇത് ഇന്ന സ്ഥാപനമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവരത് എൻടോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ആൾക്കാർക്ക് ഈ സ്ഥാപനം ഏതാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇവർ പറയണമെന്നില്ലല്ലോ. അപ്പോൾ അത് ആ രീതിയിൽ അതങ്ങോട്ട് ഔട്ടായി ഏതാണ് സ്ഥാപനം എന്നുള്ളത്. ഓക്കെ, ഇതിനി ഇവിടെ നിൽക്കട്ടെ. ഒരാൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പല കാരണം കൊണ്ട് വരാം, പല കാരണങ്ങളും കൊണ്ട് വരാം. അതിനിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇന്ന റീസൺ കൊണ്ട് മാത്രമേ സ്കിൻ ഇഷ്യൂ വരൂ എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഒരു രീതിയിലെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ഒരാൾക്ക് വേണമെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഫുഡിൻ്റെ അലർജി കാരണം സ്കിൻ ഇഷ്യൂ വരാം, അല്ലെങ്കിൽ നമ്മൾ സൂര്യൻ എക്സ്പോസ് ആവുന്ന സമയത്ത് സ്കിൻ ഇഷ്യൂ വരാം. അങ്ങനെ കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. എൻ നമ്പർ ഓഫ് റീസൺസ് കൊണ്ട് ഒരാൾക്ക് സ്കിൻ ഇഷ്യൂസ് വരാം. ഇവിടെ ഇവരുടെ സ്കിൻ ഇഷ്യൂ വന്ന സമയം മുതൽ ഈ പഴയ ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ബാക്കിൽ ട്രിഗറായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ആളുകളും ഇവരുടെ വ്യൂവർഷിപ്പും ഡെഫിനറ്റ്ലി എടുത്തു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് പ്രൊഡക്ട്സ് അറ്റ് എ ടൈം യൂസ് ചെയ്തിട്ട് ഇവരുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ തന്നെ ഈ പറഞ്ഞ സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, പല ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ. ഇപ്പോൾ ബേസിക്കലി ഓരോ ബ്രാൻഡും അവരുടെ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് പാറ്റേൺ കാണും. അവർ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് പല കെമിക്കൽസ്, പല പ്രിസർവേറ്റീവ്സ്, അങ്ങനെ പല സാധനങ്ങളായിരിക്കും ഇതിനകത്ത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ബ്യൂട്ടി വ്ളോഗർ, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതേപോലെ ഒരു എന്താ പറയുക സൺസ്ക്രീൻ പോലത്തെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടും. ഇപ്പോൾ ബേസിക്കലി നമുക്ക് വളരെ എന്താ പറയുക ഒന്നും ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് വരെ പറയാൻ പറ്റും. ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഓക്കെ ആണെങ്കിൽ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ നമ്മളത് മാറ്റി യൂസ് ചെയ്യാൻ മടിക്കും, വേറൊരു സാധനം എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ മടിക്കും. കാരണം നമ്മുടെ സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു പ്രൊഡക്റ്റിൽ ഓക്കെ ആയാൽ നമ്മൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടി. ഇനി ഇത് അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ വേറൊരു കമ്പനിയുടെ സിമിലർ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ട് പോകും. പക്ഷേ ഇവരുടെ ഈ പറഞ്ഞ വ്ളോഗ് കാണുന്ന വ്യൂവർഷിപ്പിനേക്ക് കൊടുത്ത ഒരു തരം എന്താ പറയുക റോങ് കൈൻഡ് ഓഫ് സാധനം ആദ്യം മുതലേ പറഞ്ഞു തുടങ്ങണമല്ലോ. ഇവർ ഫസ്റ്റ് ഈ സൺസ്ക്രീൻ്റെ പ്രൊമോഷൻസ് ചെയ്ത സമയത്ത് ആ സൺസ്ക്രീൻ ഇവർ പ്രൊമോട്ട് ചെയ്തപ്പോൾ അതിനകത്ത് വൈറ്റ് കാസ്റ്റ് ചെയ്യുന്നു. അതായത് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ പൊതുവെ ഇങ്ങനെ വെളുക്കാൻ തേച്ച് മറ്റേ വെളുപ്പിച്ച് വെച്ച പോലെ ഒന്നും ഇരിക്കില്ല. സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് അത്യാവശ്യം സൺസ്ക്രീൻ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വെളുത്ത് തൊടുത്തിരിക്കുക അല്ലെങ്കിൽ വെള്ളച്ചിരിക്കുന്നൊക്കെ പറഞ്ഞാൽ സൺസ്ക്രീനിൻ്റെ മുകളിൽ അതൊരു കൈൻഡ് ഓഫ് സൺസ്ക്രീൻ ഇട്ടാലേ അങ്ങനെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനിടെ ബാക്കി സാധനങ്ങൾ ഇതെന്തിനാ വൈറ്റ് കാസ്റ്റ് ആവുന്നതിനൊരു സീനാന്നുള്ള രീതിക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വൈറ്റ് കാസ്റ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരൊരു സാധനം എടുത്തിട്ട് വീഡിയോ ആക്കുന്നു. അതിൻ്റെ മുകളിലാണ് ആദ്യം ഇവർ ഏറെ പോകുന്നത്. ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു പോവാന്ന് പറഞ്ഞ അമ്മ ഒരുങ്ങാൻ കയറി കഴിഞ്ഞാൽ അപ്പുക്കുട്ട മുടിയിൽ കയറി ഇങ്ങനെ ഒരു പിടുത്തം അങ്ങ് പിടിക്കും. അയ്യോ അമ്മൂമ്മേ പോവല്ലേ എന്നും പറഞ്ഞ്. അപ്പൊ നമ്മളിന്ന് വീട്ടിലോട്ടല്ല പോകുന്നത്, നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഡ്രസ്സ് ഇട്ടപ്പോൾ അപ്പുക്കുട്ടനും കറുത്ത ഡ്രസ്സ് മതി എന്ന് പറഞ്ഞ് കറുപ്പെടുത്തിട്ട് ഞങ്ങൾ കുറച്ച് തുള്ളിച്ചാടി. അപ്പൊ സ്കിൻ കെയറിന് വേണ്ടി ഞാൻ ആദ്യം ഇടുന്നത് ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാലൈറ്റ് സൺസ്ക്രീൻ ആണ്. ഇതിലാണെങ്കിൽ 90% നാച്ചുറൽ ഒറിജിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. SPF 50 PA4+ ഉണ്ട്. ഞാൻ ഇടുന്ന കണ്ടപ്പോൾ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു. അമ്മയുടെ നല്ല പ്രായം തൊട്ട് സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഫേസിൽ ചുളിവൊന്നും വരത്തില്ലായിരുന്നു. ഞാൻ അമ്മയ്ക്ക് ഞാൻ 2 ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത്. 2 ഫിംഗറിലും എടുത്തിട്ട് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് അത് നന്നായിട്ട് അബ്സോർബ് ആവും. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ തരത്തില്ല, നല്ലൊരു ഗ്ലോ തരും. വിയർത്താലോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് മുഖമായിട്ട് അങ്ങ് അബ്സോർബ് ആയിക്കോളും. ഇതിപ്പോ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്രയിലൊക്കെ ഉണ്ട്. അതോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ടാറ്റാ ബൈ, സീ യു. പ്രൊമോഷനാണ്. ആൻഡ് ഇവർ തന്നെ പറയുന്നുണ്ട് പ്രൊമോഷൻ എല്ലാം പെയ്ഡ് പ്രൊമോഷനാണെന്ന് എഴുതി വെച്ചും പറഞ്ഞു തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ആ പാറ്റേൺ ശ്രദ്ധിക്കുന്ന ഏതൊരു ആൾക്കും മനസ്സിലാവും അവർ കൊടുത്തൊരു സ്ക്രിപ്റ്റാണ്, ഈ ബ്രാൻഡ് കൊടുത്തൊരു സ്ക്രിപ്റ്റ് അവർ പറഞ്ഞിട്ട് പോകുന്ന വിഷയമാണ്. അത് അവരവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവർ പുറത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ അവരത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഒരു കോണ്ടന്റിൻ്റെ അകത്ത് എന്നുള്ളത് ഇറ്റ്സ് അപ് ടു എ കോണ്ടന്റ് ക്രിയേറ്റർ. അത് ഉണ്ടാക്കുന്നു, അങ്ങനെ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നു, അത് ബ്രാൻഡിന് അയക്കുന്നു, ബ്രാൻഡ് സാറ്റിസ്ഫൈഡ് ആയാൽ തംസപ്പ് അടിക്കുന്നു, തിരിച്ച് വരിക വന്ന് പോസ്റ്റ് ചെയ്യുന്നു, കാശ് മേടിക്കുന്നു, പോകുന്നു. ഇത്രയേ ഇവർക്ക് ഇതിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ. ഫൈൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ ഇതേപോലെ ഒരു വീഡിയോ ഇടുന്നു. അതിനകത്ത് സൺസ്ക്രീനാണ്, അത് വൈറ്റ് കാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കമൻറ്റ് ബോക്സ് നിറച്ച് ഇല്ലല്ലോ
ഇതാകെ വെളുത്തിട്ട് പാറുന്നുണ്ടല്ലോ സൺസ്ക്രീൻ തേച്ചിട്ട് എന്നുള്ളൊരു കമൻസ് വരുന്നു. അങ്ങനെ കുറച്ച് കോൺവെർസേഷൻസ് ഇവരെ കമൻറ്റ് ബോക്സിനകത്ത് അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ റിപ്ലൈ വീഡിയോ ആയിട്ട് വീണ്ടും ഇവർ ഈ കയ്യിലുള്ള എല്ലാ സൺസ്ക്രീനും കൊണ്ട് പൊക്കിപ്പിടിച്ചൊരു വരവാണ്. ഇന്നത്തെ ഈ വീഡിയോ എന്നെ പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതും എന്റെ കയ്യിലിരിക്കുന്നതുമായ സൺസ്ക്രീൻ ആണ് ഇതെല്ലാം. ഇതിൽ ഡെർംഡോക്കിന്റെ സൺസ്ക്രീൻ മിസ്സിംഗ് ആണ്, കാരണം അത് അമ്മ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹിമാലയയുടെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്കിനി കേൾക്കാനും കേൾക്കാതിരിക്കാനുമായിട്ടുള്ള ആരോപണങ്ങൾ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. എന്റെ ഫേസിൽ ലിപ് ബാം അല്ലാതെ മറ്റു പ്രോഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നന്നായിട്ട് തുടച്ചു കാണിക്കുന്നത്. ഇത് പോരാഞ്ഞിട്ട് എന്റെ ഫേസ് വെള്ളം ഒഴിച്ചും കൂടെ ഞാൻ തുടച്ചു കാണിക്കാം. അത്രയും ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഏത് ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് പെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞെന്നും പറഞ്ഞ് ഇതൊരു പന്ന പ്രോഡക്റ്റ് ആണ്, നിങ്ങൾ എത്തിക്സ് ഇല്ലാതെ ചെയ്യുന്നു എന്നും പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റുന്നു ഈ ഹിമാലയയുടെ സൺസ്ക്രീൻ ഒരു പന്ന പ്രോഡക്റ്റ് ആണെന്ന്? ഞാൻ ഫേസിന്റെ ഒരു സൈഡിൽ മാത്രം ഹിമാലയയുടെ സൺസ്ക്രീൻ ഇതാ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പൊ പറയുവാണെങ്കിൽ ഞാൻ 2 ലെയർ അടുത്തതും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറ ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി എന്റെ ഫേസിൽ ഇത് മാച്ച് ആയി, പക്ഷെ നിങ്ങളുടെ ഫേസിൽ ഇത് മാച്ച് ആവണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എല്ലാവരുടെയും സ്കിന്ന് വേറെ വേറെ ആണ്. ഞാൻ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. അത് ഒരു പന്ന പ്രോഡക്റ്റും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരത്തുള്ളൂ. നമ്മൾ ഈരമില്ലാതെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫാമിലിയെയും കുഞ്ഞിനെയൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്ത് കുറേ നല്ലവരായ ആൾക്കാർ അങ്ങ് കമന്റ് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ട് സഹിക്കാൻ ഒരു അമ്മ എന്ന രീതിയിൽ എനിക്ക് പറ്റില്ല. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. പിന്നെ ഈ സൺസ്ക്രീൻ ആണെങ്കിലും സീക്കയാണെങ്കിലും ഡെർമയാണെങ്കിലും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എല്ലാം കൂടെ ഒരു ദിവസം ചേച്ചി എങ്ങനെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടുന്നത് അത് ഫേസിൽ ഇടുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് അവര് ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഹിമാലയയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിനകത്ത് വൈറ്റ് കാസ്റ്റ് അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ കമന്റ്സിന് ഇവർ വന്നത്. അതായത് ബേസിക്കലി ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാലും മതി, ഇവർ പറയുന്നതിലെ ബ്ലണ്ടർ എന്താ വെച്ചെങ്കിൽ ഒരു സൺസ്ക്രീൻ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ല, ഇവർ ഒന്നിലല്ല സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഇത് കാണുന്ന വ്യൂവേഴ്സും ചിലപ്പോൾ ഇനി നാളെ മുതൽ എന്ത് ചെയ്യുന്ന അവരുടെ സ്കിൻ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാവാതെ സ്കിൻ ഏത് രീതിയിൽ ഇങ്ങനെ മാറ്റി പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്താൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും അറിയാതെ സൺസ്ക്രീൻ അല്ലേ ഇതിപ്പോൾ ഏത് കമ്പനിയുടെ ആയാലും എന്താ വാരി പൊത്തി പൂവന്നെ എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് മാറും. മനസ്സിലായില്ലേ? കാരണം ഇവർ ഈ 4-5 പ്രൊഡക്റ്റും കയ്യിൽ പിടിച്ച് നോക്കും. ഒന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞുതരാം, ബ്യൂട്ടി വ്ളോഗേഴ്സ്, ഇത് എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരും ഇനി ഒന്നും വേണ്ട സ്നേഹമാണെങ്കിൽ അടക്കം ചെയ്യുന്നൊരു പരിപാടി എന്താ പറയുക, ഈ പ്രൊഡക്ട്സിലല്ല ഇവരുടെയൊക്കെ ഈ പറഞ്ഞ ഗ്ലോ വെളുപ്പ് സാധനങ്ങളൊന്നും ഉള്ളത്. ദേ ഗോ ടു ക്ലിനിക്സ് മാൻ, സീരിയസ്ലി അവർ ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. ദേ ടേക്ക് ട്രീറ്റ്മെൻറ്റ്സ്. അത് നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക. ഒന്നും എടുത്തില്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇരിക്കും. ഇല്ലടാ, ഒന്നും എടുത്തില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഒരു പൊന്തും കറപ്പടിക്കും ടാനടിക്കും പല വിഷയങ്ങളുണ്ട്. നിങ്ങൾ ഇഫ് യു സീ സംവൺ ഹു ഈസ് ഗ്ലോയിങ്, ആണാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും വല വെളുത്ത് തൂടുത്ത് മറ്റേ ഗ്ലോ ചെയ്ത് മുഖത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരുമാതിരി വെട്ടി വെളിച്ചപ്പെട്ടിരിക്കണ പോലെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു 150-200 പ്രൊഡക്റ്റ് വാങ്ങി തേച്ചുകൊണ്ടൊന്നും ഉണ്ടാവില്ല. ഒരു ക്ലിനിക്കിലേക്ക് പോയി ഒരു ഡോക്ടറെ കണ്ട് അവിടുന്ന് ടാബ്ലറ്റ്സ് ഇൻടേക്ക് ചെയ്യും, പുറത്ത് തേക്കാനുള്ള ബാക്കി സാധനങ്ങൾ വാങ്ങി തേക്കും. ഇതൊരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണത്. അതിൽ ഒരുപാട് സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അത് ഭയങ്കര എക്സ്പെൻസീവുമാണ്. അങ്ങനെ വെളുത്ത് തുടുത്ത് ഇങ്ങനെ എന്താ പറയുക കത്തി ജ്വലിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പുറത്ത് വന്ന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ 150-200 സാധനം തേച്ച് ഞാൻ ഇങ്ങനെയായി എന്നുള്ളത് പ്രൊമോട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അത്ര ഇതിൻ്റെ പിന്നിലുള്ള അത് നിങ്ങൾ ദയവ് ചെയ്ത് വ്യൂവേഴ്സ് മനസ്സിലാക്കുക. അല്ലാതെ ഇവരാരും ഈ പറഞ്ഞ പ്രൊഡക്ട്സ് വന്ന് ആരും തേച്ചുകൊണ്ടൊന്നുമല്ല. പിന്നെ ദേ കീപ് ദെയർ ലൈഫ് സ്റ്റൈൽ മാൻ. അവർ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യും. അവർ ഈ വറുത്തത് പൊരിച്ചത് എരിവുള്ളത് ഇതൊന്നും കഴിക്കില്ല. അവർ കുറേ വെള്ളം കുടിക്കും, കുറേ വെജിറ്റബിൾസും കുറേ ഫ്രൂട്ട്സും കഴിക്കും, സണ്ണിനോട് ഓവറായിട്ട് എക്സ്പോസ്ഡ് ആവില്ല. അങ്ങനത്തെ ഒരു തരം ലൈഫ് സ്റ്റൈലും അവർ കീപ്പ് ചെയ്യും. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഒരു ബ്യൂട്ടി വ്ളോഗർ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി അവരുടെ ആ ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരുടെ ആ ഒരു ഫെയർ സാധനം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാതെ അവരാരും ഈ വന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഒറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടോ അങ്ങോട്ട് സെറ്റപ്പായി വരുന്നതല്ല. ദേ ടേക്ക് ട്രീറ്റ്മെൻറ്റ് ഫ്രം എ ക്ലിനിക്, എ ഡോക്ടർ, ദേ കൺസൾട്ട് എ ഡോക്ടർ. അവർ ഈ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നു, അവർ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നു. ഈ സ്പെൻഡ് ചെയ്യാൻ ഉള്ള മോട്ടിവേഷൻ അവർക്ക് എവിടുന്നാണ്? ഇതേപോലുള്ള ബ്രാൻഡുകളുടെ സാധനം ഇവർ കൊടുന്ന് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ചെയ്താണ് ഞങ്ങൾ ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ ആ ബ്രാൻഡ് ഇവർക്ക് പൈസ കൊടുക്കും. ആൻഡ് എങ്ങനെ ആ ബ്രാൻഡ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്? ഇവരൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു ക്ലിനിക്ക് ചെന്ന് ഇവരിങ്ങനെ വെട്ടി വെളിച്ചപ്പെട്ടിരിക്കുമ്പോൾ ഒരു ബ്രാൻഡ് നോക്കിയിട്ട് പറയും കൊള്ളാലോ, ഇയാൾക്ക് കൊടുത്താൽ സെറ്റാ അല്ലെങ്കിൽ ഇവക്ക് കൊടുത്താൽ സെറ്റാ. ഇന്നെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ബ്രാൻഡ് ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റും എന്തേ ഇല്ല മോനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു പറയൂല.
ഞാനിപ്പോൾ റിയാക്ഷൻ ചെയ്ത് ഒരുപാട് പേര് പറയുന്നത് കേട്ടു, ഒരുപാട് പ്രൊമോഷൻ നമുക്ക് വരാറുണ്ട്, നമുക്കൊക്കെ പ്രൊമോഷൻ വരും. പക്ഷെ വരുന്ന പ്രൊമോഷനിലൊന്നും നമുക്ക് എന്തില്ല. നമുക്കെന്ന് പറയാൻ കാരണം എന്നെപ്പോലെ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാൾക്കൊന്നും ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റും വന്നിട്ട് ഇന്നാ മോനെ ഒരു സൺസ്ക്രീൻ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ തരില്ല. കാരണം ഇതിൻ്റെ കോലം കണ്ടില്ലേ, അപ്പോൾ തരില്ല. അപ്പം ആ കോലത്തിലേക്ക് ആദ്യം അവർ മാറും. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ അവർ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ അവർ ഫോട്ടോസ് വീഡിയോസ് ഇടും, അവരുടെ ആ ഗ്ലോ കാണിക്കും, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വരും. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ നിന്ന് പ്രൊമോഷൻ വാങ്ങിയിട്ട് അവർ ഇത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയി എന്ന് പറയും. അപ്പോൾ അതിന് അവർക്ക് കാശ് കിട്ടും. ഈ കാശും കൊണ്ട് അവർ നാളെ ഒരു ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവർ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്ത് അവർ വീണ്ടും അടുത്തൊരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ വാങ്ങും. ഇതാണ് ഈ ലൂപ്പ്, ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി, ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ ബാക്കിലുള്ള റിയാലിറ്റി. They keep their lifestyle, they go to a clinic, they consult a doctor, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ആളും ഈ പ്രൊഡക്റ്റ് 100-ൻ്റെയോ 200-ൻ്റെയോ 2000-ൻ്റെയോ പ്രൊഡക്റ്റ് വാങ്ങി തേച്ച് നന്നായിട്ടില്ല, നന്നാവാനും പാടാം. മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ സത്യം. ഇനിയെങ്കിലും ദയവ് ചെയ്ത് പ്രേക്ഷകർ മനസ്സിലാക്കുക. എനിക്കറിയാം ഇതിന് നെഗറ്റീവ് വരും, നിങ്ങൾ ദിവസം ഓരോ പ്രൊമോഷനാണ് ചെയ്യുന്നതെന്നുള്ള. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ. ഞാൻ മാത്രമല്ല, എല്ലാ ക്രിയേറ്റേഴ്സും ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അത് മതി. നമ്മൾ ടി വിയിൽ ഇപ്പം ധോണിയാണെങ്കിലും ബൂസ്റ്റ് ഇട്ട് കലക്കി കുടിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. ഈ ഉള്ളിലോട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ വിഷങ്ങളുണ്ടെന്നും പറഞ്ഞ് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. എത്ര ആട്, അതിപ്പോൾ ഫുഡിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും എല്ലാത്തിനും ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ എന്താ ഇതിനൊക്കെ പറയേണ്ടതെന്നും അറിയത്തില്ല. ഈ റിയാക്ട് ചെയ്യുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. യൂസ് ചെയ്ത് നോക്കിയിട്ട് അതെങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം. മനുഷ്യരാണ്, തെറ്റ് പറ്റാം, എനിക്ക് പറ്റാം, നിങ്ങൾക്ക് പറ്റാം, എല്ലാവർക്കും പറ്റാം. തെറ്റ് കണ്ടാൽ ഓക്കെ, അത് തിരുത്തുക. അല്ലെങ്കിൽ അത് ഓക്കെ, അത് തെറ്റായിരുന്നു, അങ്ങനെ ഓക്കെ, അത് എല്ലാവർക്കും പറ്റും. ഇവർക്കും പറ്റും, എനിക്കും പറ്റും, എല്ലാവർക്കും പറ്റും. ഇനിയും ചിലപ്പോൾ പറ്റിയേക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ തിരുത്തണം, അല്ലെങ്കിൽ തെറ്റ് പറ്റിയാൽ തിരുത്തണം. അതിൻ്റെ മുകളിൽ കടന്ന് ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അത് സ്വയം മനസ്സിലാക്കിയാൽ നല്ലതെന്നേ പറയാനുള്ളൂ. ഇവിടെ ഓരോ പ്രൊഡക്ട്സും ഓരോ ഫെമിലിയർ ആയിട്ടുള്ള കുറേ എന്താ പറയുക സെലിബ്രിറ്റി ഫേസുകൾ വന്ന് പ്രൊമോട്ട് ചെയ്യാറില്ലേ. ധോനി വന്ന് ചെയ്തില്ലേ, മോഹൻലാൽ ചെയ്തില്ലേ, ഷാറൂഖ് ഖാൻ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കാം നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ചെയ്തത് അവർ ചെയ്തത് തമ്മിൽ വ്യത്യാസമുണ്ട്. ധോനി ഇന്ന് ബൂസ്റ്റിൻ്റെ ചെയ്ത് നാളെ പോയി വിവാ, അടുത്തത് മൈലോ, അടുത്തത് ഹോർലിക്സ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. അയാൾ ബൂസ്റ്റ് ചെയ്ത് അയാളെ അഴിക്ക് പോയി. പക്ഷെ നിങ്ങളങ്ങനെയല്ല. ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം പല ബ്രാൻഡിൻ്റെ പല SPF ഉള്ള പല സ്കിൻ സ്ട്രക്ചറിന് പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ പാവപ്പെട്ട പ്രേക്ഷകർ ഇവിടെ അതുപോലെ അത് ഉപയോഗിക്കും. അവിയൽ ഉപയോഗിക്കുന്ന പോലെ നാളെ സൺസ്ക്രീൻ ഉപയോഗിക്കും. അതുകൊണ്ട് ഓരോരുത്തർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പറയാം, എൻ്റെ സ്കിൻ സ്ട്രക്ചറിന് ഞാൻ ഈ പറഞ്ഞ പ്രോഡക്ട്സ് എല്ലാതും ഉപയോഗിച്ചിട്ടും എനിക്ക് സീനില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു, നിങ്ങൾ ഉപയോഗിക്കരുതേ. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണെങ്കിൽ മാത്രം, അതും ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ക്ലിനിക്കലി അവരെ കണ്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. സൺസ്ക്രീനൊക്കെ പിന്നെ വീണ്ടും നിങ്ങൾക്കൊന്ന് ഉപയോഗിച്ച് നോക്കി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ മിക്സഡ് ആയിട്ട് എല്ലാ ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ എടുത്ത് ഉപയോഗിക്കുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. നല്ലതല്ല. ഓക്കെ, അത് പണിയാണ്. ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ സ്കിന്നിന് പറ്റുന്ന, നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാത്ത, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ഒരു ഓക്കെ തരുന്ന ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നല്ല കാര്യം. ഫൈൻ. അപ്പോൾ ഈ ധോനി മറ്റേ എക്സാമ്പിൾ മറിച്ച എക്സാമ്പിളൊന്നും വർക്കല്ല ലേഡി. ഓക്കെ, ദാറ്റ്സ് എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തെറ്റ് പറ്റിയാൽ അത് സമ്മതിച്ചു കൊടുക്കുക, അല്ലാതെ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായി പോകരുത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദയവ് ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക്, കമൻറ്റ് ബോക്സിൽ ഹോസ്പിറ്റലിൻ്റെ പേര് കണ്ടപ്പോൾ, ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്ലിനിക്കിൻ്റെ പേര് കണ്ടപ്പോഴത്തേക്ക് ആ ക്ലിനിക്കിലേക്ക് വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ലേഡി ഇപ്പോൾ വന്ന് ഇങ്ങനെ പറയാൻ കാരണം, നിങ്ങളെ ക്ലിനിക്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദിച്ചപ്പോൾ അവരുടെ റിപ്ലൈ നമുക്ക് നോക്കാം. ഫസ്റ്റ് വെച്ചിട്ട് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ.
ആൻഡ് സിസ്റ്റർ വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീംസ് കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടതയോൺ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ചെയ്തത്. ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. യെസ്, ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക്ക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബൈ ബിക്കോസ് CEOക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. We are not interested. Ma'am is not interested on that. Why? Because നമുക്ക് അല്ലാതെയുള്ള ആക്ട്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? 15 വർഷത്തിന് മേലെയായി. തൃശ്ശൂരും കൊച്ചിയിലും ഒക്കെ. ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ. അപ്പൊ ഇവര് എനിക്ക് നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് വന്നൊരു ക്ലയന്റ് ആണ്. ഇപ്പൊ ഈ കല്യാണി എന്ന് പറഞ്ഞ ഇവർ തന്നെ പറയണം, ഇവർ ഈ ഒരു പെർട്ടിക്കുലർ ക്ലിനിക്കിലെ ഡോക്ടറിന്റെ ഫാനായിട്ട് പോയിട്ട് ചെയ്തതാണോ അല്ലേ എന്നുള്ളത്. ക്ലിനിക്കിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് അവർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് വന്നു, പിന്നെ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചു, സ്റ്റിറോയിഡ് ഉള്ള ഒരു കണ്ടൻറ്റുള്ള വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചു, ഗ്ലൂട്ടാത്തയോൺ IV ഇവർ സജസ്റ്റ് ചെയ്തു. ബേസിക്കലി വെളുത്തിട്ട് പാറണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ലൂപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒരു ക്ലിനിക്കിലേക്ക് പോകുന്നു, ക്ലിനിക്കലി അവിടുന്ന് ഗ്ലൂട്ടാത്തയോണും സാധനങ്ങളൊക്കെ എടുക്കുന്നു, വെളുക്കുന്നു, ആ ഒരു ഗ്ലോ കിട്ടുന്നു, അത് വെച്ചിട്ട് ഇവർക്ക് 10 പ്രൊഡക്ട്സ് പ്രൊമോഷൻ വേറെ വരുന്നു, വീണ്ടും ഇതേപോലെ ആ ഒരു ലൂപ്പ് മനസ്സിലായ? ഇതിന് വേണ്ടി പോയതാണെന്നുള്ളത് എനിക്ക് ഏറെക്കുറെ ഇവരുടെ ഈ ക്ലിനിക്കിൻ്റെ ഭാഗത്തുനിന്നുള്ള സംസാരം കേട്ടാൽ മനസ്സിലായി. ഇനി ഇത് അതല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഇവർ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് ഇവർ എന്ത് ട്രീറ്റ്മെൻറ്റിന് പോയി എന്നുള്ളത് ഇവർ പറയണം. ഓക്കെ, ഇവരൊരു വൈറ്റനിങ് ക്രീം സ്റ്റിറോയിഡൊക്കെ ഉള്ള ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ട് ഇവർക്ക് സീനായി മുഖത്ത് വിഷയമായിട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്. ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൗണ്ട് വെച്ച് നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉപയോഗിച്ചും ഇത്രയും സൺസ്ക്രീനും സാധനമൊക്കെ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തൊരു ഗ്ലോ നിങ്ങൾക്ക് ഈ വൈറ്റനിങ് ക്രീം ഒന്ന് മേടിച്ചെടുക്കാനുള്ള ഒരു ത്വര. മനുഷ്യന്മാരാണ് എന്തോ ഈ ഒരു സാധനത്തിനോട് എല്ലാവർക്കും ഭയങ്കര ആർത്തിയാണ് തോന്നുന്നത്. വെളുത്തിരിക്കണം, വെളുത്ത് പാറണം, വെള്ളച്ചോണ്ടിരിക്കണം. ഞാൻ പറയുമ്പോൾ പറയാം ഹെൽത്തി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഇത് കുറേ ഓക്കെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം, നമ്മളുടെ ഒരു ഫേക്ക് സ്കിൻ ടോൺ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം, പക്ഷെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അത് സീനാണ്. ഒരു ടൈമിൽ നമുക്ക് പണി വരും, മനസ്സിലായില്ലേ? ഇതാണ് ക്ലിനിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്. ഇവർ പോയിട്ട് പ്രൊമോഷന് ചോദിച്ചു, കൊളാബിന് ചോദിച്ചു, അപ്പോൾ ക്ലിനിക്ക് റെഡി ആയില്ല. അവർ പറഞ്ഞിട്ടില്ല, അങ്ങനെ കൊടുക്കാത്തത് കൊണ്ടുള്ള ദേഷ്യം കൊണ്ട് ഇവർ ചെയ്തതാണ് ഈ ഒരു വോയിസിൽ ഇല്ലെങ്കിൽ പോലും ഒരു ഇന്നർ സാധനം അതിനകത്ത് അടിച്ച് വിട്ടോ ക്ലിനിക്കുകാരെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവർ കുറേ വർഷമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്, ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ ഡോക്ടറിൻ്റെ ഫാനായിട്ട് പോയതാണ് ഇവർ. ഇതൊക്കെയാണ് അവരുടെ ഡീറ്റെയിലിംഗ്. എന്താണെങ്കിലും വെളുക്കാൻ പോയതാണ്. ഓക്കെ, വെളുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങി തോന്നുന്നു. ബാക്കിയുള്ള പറയുന്നത് കേട്ടോ. ഇവര് അല്ലാത്ത നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്ന എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? ഐ മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ബിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതിരിക്കുന്നതല്ല. ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേയ്മെന്റ് ചെയ്തു വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ എനിക്കുള്ള റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നില്ല. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്കത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു, പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയർ ഒക്കെ ചെയ്തു.
ആൻഡ് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ ഒരു 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആള് പറഞ്ഞു. ആള് ഇതിന്റെ ഇടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ റേറ്റ് ആയിട്ട് മിസ്മാച്ച് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്ലയന്റിനോട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് അവരുടെ കംപ്ലൈന്റ് എന്തായിരുന്നു? അവരുടെ കംപ്ലൈന്റ് ഇപ്പം ബിൽ കൊടുത്തില്ല, അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവര് ഞാൻ ചോദിക്കട്ടെ, ഒരു 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ 8 മാസം കണ്ടിന്യൂസ് ആയി വരും. 8 മാസം എടുത്ത് നമ്മള് എന്താണ് നമ്മൾ ചീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കാം ആണെന്ന് അവര് റിയലൈസ് ചെയ്യാൻ എത്ര നാൾ വന്നിട്ടുണ്ട് അവിടെ? 8 months പ്ലസ് വന്നിട്ടുണ്ട്. ഇവരുടെ കൺസേൺ ഇവർക്ക് വിളക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, മെലിയണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ലീഗലി മൂവ് ചെയ്തപ്പോൾ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ നമ്മൾ അത് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. ഐ മീൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലൈന്റ് എടുത്ത് ആക്ച്വലി ഞങ്ങളാണ്. ഞങ്ങൾ എന്നിട്ട് കംപ്ലൈന്റ് എടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിക്കുമല്ലോ, രണ്ടുപേരെയും കൂടെ. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റീസൺ ഉണ്ടായിരുന്നു? ഇപ്പൊ അവര് അങ്ങനെ അലിഗേഷൻ വന്നതിന് ശേഷമാണ് കംപ്ലൈന്റ് കൊടുത്തത്? ഭയങ്കര മെസ്സപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്നത്, ഹസ്ബൻഡും കൂടെ വന്ന് ഇവിടെ മറ്റേ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്. വിതൗട്ട് ആ പെർമിഷൻ അവരിവിടെ ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന വേറെ അതർ ക്ലയന്റ്സിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. അതിനൊക്കെ ഹറാസ് ചെയ്യുന്ന പോലെ, ലൈക്ക് സ്റ്റാഫിന് എവിടെ ഇപ്പൊ വേണം. അപ്പൊ നമ്മൾ പറയുന്നത് ബില്ല് തരുന്നതിന് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും. നമ്മൾ മെയിൽ ത്രൂ, ഇനിയും നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അവർ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് മെയിൽ ത്രൂ ഇന്ന് തന്നെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ തരാം എന്നിട്ട് അവരാണ് സംസാരിക്കുന്നത്. ഇവര് കരച്ചിലും ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ഈ ക്ലിനിക്കിന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും എൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ് ഞാൻ പറയുന്നത്. അതായത് ഇവർ ബേസിക്കലി അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് 8 മാസം എടുത്തു. സോ ആ 8 മാസം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഇവർ ആ ഒരു വൈറ്റനിങ് സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ച് അവരുടെ മുഖം സീനായതിൻ്റെ, പിഗ്മെൻ്റ് ആയതിൻ്റെ, അത് മാത്രമല്ല, അല്ലാതെ ഇവർ ഇപ്പോൾ ഈ പറഞ്ഞതിൽ ബോഡി ട്രിമ്മിങ് ആൻഡ് ഷേപ്പിംഗ് പ്ലസ് ഈ പറഞ്ഞ ബാക്കി വെളുക്കാനുള്ള സാധനങ്ങളുണ്ടല്ലോ, ഗ്ലൂട്ടാത്തയോൺ അടക്കമുള്ള IV ലൈൻസ്, മുഞ്ചാരോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേ ബി ചെയ്ത് കാണണമായിരിക്കണം. റിസൾട്ട്സ് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ വേറൊരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ ചിലപ്പോൾ ഇവർ കാശ് കൊടുത്താണല്ലോ ചെയ്യുന്നത്. അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് കാശ് ചിലപ്പോൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഇനി വേറൊരു കാര്യം അന്വേഷിക്കേണ്ടത്, ഇവിടെ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെ പാരലലി വേറെ ഏതെങ്കിലും ക്ലിനിക്കിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ, ഇനി അതിൻ്റെ കാരണം കൊണ്ടാണോ ഇവർക്ക് ഇഷ്യൂസ് ഉണ്ടായത് എന്നുള്ളതൊക്കെ ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം എന്തായാലും കേസും കൂട്ടായതുകൊണ്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്താണെങ്കിലും നമുക്ക് പബ്ലിക്കിലേക്ക് ഒരു യൂട്യൂബ് ചാനലിൽ അവരും ഇടാൻ പോകുന്നുണ്ടാവില്ല, ഇവരും തരാൻ പോകുന്നുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ സാധനങ്ങൾ കിട്ടാൻ ചാൻസ് ഇല്ല. ബൈ ദ വേ, ഈ പറഞ്ഞ ക്ലിനിക്കാണ് ഇവർക്കെതിരെ കേസ് കൊടുത്തതെന്ന് പറഞ്ഞു. കേസ് കൊടുക്കാനുള്ള റീസൺ ഇവർ യൂട്യൂബ് വീഡിയോ അല്ല, ഇവർ അവിടെ പോയി സീനാക്കിയിട്ടുണ്ട്. മെറ്റാ ഗ്ലാസ് വെച്ച് റെക്കോർഡ് ചെയ്തെന്ന് പറയാം. മെറ്റാ ഗ്ലാസ് സീൻ തന്നെ കേട്ടോ അല്ലേ? മെറ്റാ ഗ്ലാസ് വൻ വിഷയം കേട്ടോ. ഐ ഹാവ് ടു മെറ്റാ ഗ്ലാസ്. ഞാൻ ഒന്ന് ഇവിടെയും വെക്കുന്നു. മറ്റോ പണ്ട് 2 വാച്ചിട്ട് വന്ന പോലെ ഒന്ന് ഇവിടെയും വെക്കും, ഒന്ന് ഞാൻ തലേൻ്റെ ബാക്കിലും വെക്കുന്നുള്ളൂ. പിന്നെ പോലെ ഓക്കെ. അപ്പോൾ അങ്ങനെ സീൻ ഉണ്ടാക്കി അവരവിടെ പോയി കച്ചറ ഉണ്ടാക്കി എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ കല്യാണി എന്ന് പറഞ്ഞവർ വേറൊരു ക്ലിനിക്കിൽ കൺസൾട്ട് ചെയ്ത സമയത്ത് ഇത്രയും കാലം 8 മാസം നിങ്ങളെടുത്ത ട്രീറ്റ്മെൻറ്റിന് കൊടുത്ത കാശ് ഭയങ്കര കൂടുതലാണ് മറ്റേ അവിടുന്ന് പറഞ്ഞു കാണുമായിരിക്കും. പിന്നെ ഇവിടുത്തെ റിസൾട്ട് ചിലപ്പോൾ ഒരു കുറച്ച് വന്നു, അല്ലെങ്കിൽ അവർ ഓബിയസ്ലി പറയുന്നുണ്ട് ഇത്ര കമൻറ്റ് ബോക്സിൽ എല്ലാവരും നിങ്ങൾ കറുത്തിരിക്കുന്നു എന്ന് പറയുന്നു, നിങ്ങൾ വെളുത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കൺസേണിൽ ഇത്രയും 8 മാസം ഞാൻ ഗ്ലൂട്ടാത്തയോൺ എടുത്ത് കാണും, അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അത് ഓൺ ദ ഗോയിങ്ങിലാവുമ്പോഴും ഇവർ വെളുക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ വെളുക്കുന്നില്ല എന്നുള്ള തോന്നലോ, അല്ലെങ്കിൽ വേറൊരു ക്ലിനിക്കിൽ ഇതിൻ്റെ റേറ്റ് കുറവാന്നുള്ളത് ഇവർ അറിഞ്ഞതുകൊണ്ടോ ഇവരിതിൻ്റെ ബില്ലും ഡീറ്റെയിൽസും ട്രീറ്റ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സും ചോദിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഇവർ പറഞ്ഞത് 8 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഇവിടുന്ന് ഒന്നും കിട്ടാതെ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമെന്നാണ്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ബില്ലും വാങ്ങാതെ ഇവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു പോകുന്നുള്ള ചോദ്യമാണ് ആര് ചോദിക്കുന്നത്? ക്ലിനിക്ക് ചോദിക്കുന്നത്. ഇവർ പറഞ്ഞത് ഇവർക്ക് ഒരു രീതിയിലുള്ള അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തില്ല എന്നാണ്. ആ ഡീറ്റെയിൽസ് ശരി ഞാൻ കണ്ടിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പഴയ പോലെ എല്ലാ പ്രിസ്ക്രിപ്ഷനിലും എഴുതി നമ്മളെ ഡീറ്റെയിൽസും ഇപ്പോൾ ഹോസ്പിറ്റൽസൊന്നും നമുക്ക് തരാറില്ല. നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്നൊരു കാർഡ് വരും, ഒരു ക്ലിനിക്കിൽ ചെന്നൊരു കാർഡ് വരും, നമ്മുടെ ഹിസ്റ്ററി
നമ്മുടെ എന്താണോ പേഷ്യൻ്റ് ഹിസ്റ്ററി അത് ഡോക്ടറുടെ കയ്യിൽ സെക്യൂർ ആയിരിക്കും. അവരുടെ ഒരു സോഫ്റ്റ്വെയറിനടുത്ത് ഒരു ഡാറ്റാ ബേസിനകത്തുണ്ടാവും. നമ്മൾ ചോദിച്ച് വേറൊരു ഹോസ്പിറ്റലിൽ നമ്മൾ വേറൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിലേക്കും ഡോക്ടറെ അടുത്തും എത്താൻ പറ്റാത്തൊരു കണ്ടീഷനിലൊക്കെ ഇപ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ബാക്കിൻ്റെ പ്രോബ്ലത്തിന് എനിക്ക് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ, നാട്ടിലില്ലാത്ത സമയത്ത്, അബ്രോഡ് ആയിരുന്ന സമയത്ത് എനിക്കത് ട്രിഗർ ആയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ എനിക്കത് മെയിൽ ത്രൂ അയച്ചു തന്നു. ഓക്കെ, ഡോക്ടറുടെ ഡെസ്കിൽ നിന്ന് ഒരു മെയിൽ ത്രൂ അയച്ചു. ഞാൻ അവിടെ പിന്നെ അത് കാണിച്ചു. നമ്മൾക്കിപ്പോൾ പഴയ പോലെ ഇത് എല്ലാം കൂടി എക്സ്റേ അടക്കം എല്ലാം കൈ പിടിച്ചിങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയൊന്നും ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. എവറിതിങ് വിൽ ബി സേഫ് ആൻഡ് സെക്യൂർ ഇൻ ഡോക്ടേഴ്സ് ഡെസ്ക്. വേണമെങ്കിൽ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഇവർക്കത് ചോദിച്ച് കിട്ടിയോ, ഇവർ കൊടുത്തോ എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ല. മെയിൽ അയക്കുമെന്നാണ് പറയുന്നത്. ഇവർ പോയി കസ്റ്റർ ഉണ്ടാക്കിയപ്പോൾ മെയിൽ അയക്കുമെന്നാണ് പറഞ്ഞത്. എനിക്കിവിടെ എന്തോ ഈ ക്ലിനിക്കിൻ്റെ ഭാഗത്തുനിന്ന് കൈൻഡ് ഓഫ് എന്താ പറയുക, ഇവർ വന്ന് കച്ചറ ഉണ്ടാക്കേണ്ട സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകാൻ എന്താണെന്നുള്ളത് ഇനി കല്യാണി പറയണം. ഓക്കെ, അത് അവരുടെ ലോങ് വീഡിയോയിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി, ഇപ്പോൾ ഈ ഗ്ലൂട്ടാതയോൺ ആണെങ്കിൽ അത് എത്ര കോഴ്സ് എടുത്തു, അത് ഐ വി എത്ര കോഴ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ അതൊക്കെ ഇവർ വന്ന് പറയണം. ഇവർ പറയുമോ നമുക്കറിയില്ല. കാരണം ഇത്രയും ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടും ലാസ്റ്റ് ഒരു ക്ലിനിക്കിൽ ചെന്നിട്ട് ഗ്ലൂട്ടാതയോൺ വെളുത്തിട്ട് പറയേണ്ട ഒരു അവസ്ഥയാണെന്നുള്ളത് ഇനി അടുത്തത് കമൻറ്റ് ബോക്സിൽ എല്ലാവരും കളിയാക്കും എന്നുള്ളത് കൊണ്ട് അവർ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമെന്നുള്ളതും സംശയമാണ് അല്ലേ. അതായത് ഒരാൾക്ക് ഗ്ലോ വരാൻ, വെളുക്കാൻ വേണ്ടിയിട്ട് ഇന്ന പ്രൊഡക്ട്സ് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞൊരു വ്യക്തി ആ പ്രൊഡക്ട്സിലൂടെ ഒന്നും ഒരു മാറ്റവും വരുന്നത് കാണാത്തത് കൊണ്ട് ക്ലിനിക്കിലേക്ക് പോയി ഗ്ലൂട്ടാതയോൺ എടുക്കേണ്ട ഒരു അവസ്ഥയായോ എന്നുള്ളൊരു ചോദ്യം നാളെ വരില്ലേ? അത് ഫേസ് ചെയ്യണ്ടേ? ഓബിയസ്ലി ക്ലിനിക്കിൽ നിന്ന് പറയുന്നു, അവർ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ അയ്യോ എന്നെല്ലാവരും പറഞ്ഞു എന്നുള്ള കരച്ചിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ ആ സാധനങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു വരുന്നു എനിക്ക് തോന്നുന്നില്ല. വന്നാൽ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ രീതിയിൽ ഇവർക്ക് ഇവരുടെ റെക്കോർഡ്സ്, കേസ് ഷീറ്റ് അത് കിട്ടിയോ എന്നുള്ളത്. ഓക്കെ, അത് എന്തിനാണ് അവർ ചോദിച്ചിട്ടുണ്ടാവുക? ഇത്രയും ചെയ്ത ഈ 8 മാസം എടുത്ത ട്രീറ്റ്മെൻറ്റിന് എത്ര രൂപയാണ് ഇനി അടുത്തൊരു ക്ലിനിക്കിൽ എന്നുള്ളത് അവർക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിരിക്കും മേ ബി. അതാണ് അതിനെ ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഇതേപോലെ പ്രൊമോട്ട് ചെയ്യുന്നവർ ചെയ്തോ, ഒരു വിഷയമല്ല, നിങ്ങൾ ചെയ്തോ. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യണം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബ്യൂട്ടിഫിക്കേഷന് കാരണം, അട്ടവും ശരിയാണോ എന്ന് എനിക്കറിയില്ല, അതിന് കാരണം ഈ പ്രൊഡക്റ്റാണോ അതോ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന രീതിയാണോ, നിങ്ങൾ പോകുന്ന നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ രീതി കൊണ്ടാണോ നിങ്ങൾ അങ്ങനെ ആവുന്നത് എന്നുള്ളത്. ചുമ്മാ നാട്ടുകാർക്ക് നിങ്ങളൊരു സാധനം കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത് ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്നുള്ളത് പറയാതിരിക്കുക. ഓക്കെ, ഓബിയസ്ലി ഇവിടുത്തെ ബ്യൂട്ടി ക്രിയേറ്റേഴ്സൊക്കെ ഈ പറഞ്ഞ പ്രൊഡക്ട്സൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അവർ യൂസ് ചെയ്ത് നോക്കി, പക്ഷെ അതൊരു സ്ഥിരം യൂസ് ചെയ്യുന്നില്ല. ഒരു ടൈം പീരീഡിന് അവർ യൂസ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ അവരത് പറയാറുണ്ട്. കാരണം പണ്ടത്തെ പോലെ വള്ളി പിടിക്കാൻ അവർക്ക് വയ്യ. കാരണം എന്നെപ്പോലുള്ള റിയാക്ഷൻ ചാനൽസ് എടുത്തു വെച്ച് പറയുന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ പേര് നിർത്തിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്തുകൊണ്ട് ഗ്ലോ ആവുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ദ റിയൽ റീസൺ അത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. ഒന്നില്ലെങ്കിൽ ഒരാൾ ബൈ ബർത്ത് അങ്ങനത്തെ ഒരു കളർ ടോൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്കിൻ ടോൺ ഉള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കാരണം അവരങ്ങനെ ആയിട്ടുണ്ടാവും. പുറത്തധികം സണ്ണിൽ എക്സ്പോസ്ഡ് ആവാതെ, അധികം ചളിയോ മണ്ണിലോ ഒന്നും പറ്റാതെ, ഫുൾ ടൈം വീട്ടിനകത്തോ അല്ലെങ്കിൽ അങ്ങനെ AC-ലോ ഇരുന്ന് നല്ല ഹെൽത്തി ഫുഡ് സ്റ്റൈൽ ലൈക്ക് കഴിക്കുന്നതൊക്കെ അങ്ങനത്തെ എരിപൊരി സാധനങ്ങളല്ലാതെ നല്ല ക്ലീൻ പ്രോപ്പർ സാധനം, വെള്ളമൊക്കെ കറക്റ്റ് കുടിച്ച്, സ്ലീപ്പ് കറക്റ്റ്, ഉറങ്ങി നീച്ച് ആ ലൈഫ് സ്റ്റൈൽ സർക്കിൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ക്ലിനിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന അസിസ്റ്റൻസ്, ഓക്കെ, ഗ്ലൂട്ടാതയോൺ അടക്കം IV ലൈൻ ഇട്ട് നിങ്ങൾ എടുക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ബോഡി ട്രിം ആവാൻ നിങ്ങൾ മുഞ്ചാരം അടക്കം ഒസംബിക് അടക്കം ഉപയോഗിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു സാധനം പറഞ്ഞു കൊടുക്കണടി. ഇതിപ്പോൾ ഒരുമാതിരി മറ്റേ ജിമ്മിൽ മസിൽ ഉണ്ടാകുമ്പോൾ ഞാൻ 2 പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ച് അങ്ങനെ ഉണ്ടാകുന്നവർ അവരുടെ മസിൽ സ്ട്രക്ചർ എല്ലാവരും ഒന്നുപോലെ ആവണമെന്നില്ല. ചിലർക്ക് ഈ പ്രോട്ടീൻ പൗഡർ കൊണ്ട് തന്നെ മസിൽ ഉണ്ടാവും, ചിലർക്ക് അത് ഉണ്ടാവില്ല. ഇനി നമ്മൾ കാണുന്നത് അൾട്രാ ഫിസിക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നാട്ടീസ് അല്ലാത്ത മറ്റേ സാധനങ്ങൾ, അതൊക്കെ കുത്തിവയ്പ്പും കഴിക്കലും കൊണ്ടൊക്കെ തന്നെയാണുള്ളത് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയി. പക്ഷേ ഇപ്പോഴും ബ്യൂട്ടി ഇൻഡസ്ട്രിക്കകത്ത് ഈ സാധനം വരുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇങ്ങനെ ആവുന്നു, ഹൗ ദേ ഗ്ലോ എന്നുള്ളത് ഈ പ്രൊഡക്റ്റ് കൊണ്ടല്ല എന്നുള്ളത് ദയവ് ചെയ്തിട്ട് ഇവിടുത്തെ വ്യൂവേഴ്സ് മനസ്സിലാക്കുക. അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ഈ ക്ലിനിക്കലി എടുക്കുന്ന സാധനങ്ങളും ആണെന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങളും പറഞ്ഞു കൊടുക്കുക ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ചെയ്യുന്നവർ. എന്നിട്ട് നിങ്ങൾ ചെയ്തോ, ഒരു വിഷയമല്ലല്ലോ. പ്രൊമോഷൻ ആർക്കും വേണേൽ ചെയ്യാം, പക്ഷെ ഇങ്ങനെ എന്താ പറയുക കണ്ണുപൊടിയിരുന്ന പ്രൊമോഷൻസ് ചെയ്യാതിരിക്കുക.